മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരൊറ്റ എണ്ണ മാത്രം മതി. മുടി കൊഴിച്ചിൽ, താരൻ, മുടിക്ക് കരുത്തില്ലായ്മ ഇവയെല്ലാം മാറ്റി നല്ല കരുത്തോടെ വളരാൻ ഈ എണ്ണ ആഴ്ചയിൽ 3 തവണ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഈ എണ്ണ കാച്ചാൻ എന്തൊക്കെ ചേരുവകളാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ഇത് ഞാൻ 2 ആഴ്ചത്തേക്ക് വേണ്ടി മാത്രമാണ് കാച്ചി എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കറ്റാർവാഴയിൽ നിന്ന് തുടങ്ങാം. മുടി തഴച്ചു വളരാൻ ഇതിനോളം വരില്ല ആരും. താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും ഉത്തമമാണ്. അടുത്തതായി ആര്യവേപ്പിലയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. മുടിക്കുണ്ടാകുന്ന പേൻ ശല്യം, താരൻ ഇവ മാറ്റാൻ ഉത്തമമാണ് ഈ ഒരു ഔഷധ ചെടി. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണുക്കിട്ടാട്ടി എന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഈ ചെടി ഇരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ചെടിക്ക് പറയുന്നതെന്ന് പറയണേ. ഇവിടെ കുണുക്കിട്ടാട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മുടി തഴച്ചു വളരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഔഷധ ചെടിയാണ്. അടുത്തതായി ഞാൻ എടുക്കുന്ന ചെമ്പരത്തിപ്പൂവാണ്. മുടിക്ക് തിളക്കവും കളറും കൂട്ടാൻ ഇത് സഹായിക്കും. മുടി ഉള്ളോടെ വളരാനും സഹായിക്കുന്ന ഒരു ചെടിയാണ്. നമ്മൾ താളിയായിട്ടും ഇത് ഉപയോഗിക്കുന്നതാണ്. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് വള്ളിയുഴിഞ്ഞാന്ന് പറഞ്ഞ ഒരു ഔഷധ ചെടിയാണ്. താരം മാറാനും പുതിയ മുടി തളിർത്ത് വളരാനും അതുമാത്രമല്ല തലനീർക്കം തടയാനും ഇത് സഹായിക്കുന്ന ഒരു നല്ല ഔഷധ ചെടിയാണ് കേട്ടോ ഈ വള്ളിയുഴിഞ്ഞാന്ന് പറഞ്ഞത്. ഇനി ഇവയെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കറ്റാർവാഴ ആദ്യം തന്നെ ഒരു 15 മിനിറ്റ് മുന്നേ തന്നെ ഞാൻ വട്ടത്തിലരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഒരു കറയുണ്ട്, അത് മാറാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. ഇനി ഇത് ഓരോന്നും നമ്മൾ കുനുകുനാന്നിങ്ങനെ ചെറുതായിട്ട് അരിയുക. ആര്യവേപ്പിലയുടെ ആണെങ്കിൽ നമ്മൾ ഇല മാത്രമായിട്ട് ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞെടുത്ത് ഇതിൽ ഇടുക, മിക്സിയിൽ ഇടുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല, വെള്ളമേ ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആ വള്ളി ഒഴിഞ്ഞ ചെടിയും എല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കണ്ടോ, ആ ഒരു വെള്ളത്തിന്റെ കളർ കണ്ടോ, ഒരു ബ്രൗൺ കളറായില്ലേ, അത് അതിന്റെ കറയാണ് കണ്ടോ. ഇതുപോലെ അടിച്ചെടുക്കണം, നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഇത് ഒരു ചീനച്ചട്ടിയിൽ, ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഞാൻ ഒരു 2 ആഴ്ചത്തേക്കുള്ള അളവിലാണ് എണ്ണ എടുത്തേക്കുന്നത്. ആ എണ്ണ എടുത്തിട്ട് ഇത് നന്നായിട്ട് അതിലിട്ട് കാച്ചിയെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ട് കാച്ചിയെടുക്കണം. നമ്മൾ ഒരുപാട് നാളത്തേക്ക് അങ്ങനെ എണ്ണ കാച്ചി വെക്കുമ്പോൾ അത് പെട്ടെന്ന് കനച്ചു പോകാന്ന് പറയും. ഞങ്ങൾ അങ്ങനെ പറയുന്ന, ചീത്തയാകുന്നതിന്. അപ്പം അങ്ങനെ കനച്ചു പോകും. അപ്പം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് മാത്രം കാച്ചിയെടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ ഒരു 2 മാസത്തേക്കോ അല്ലെങ്കിൽ 3 മാസത്തേക്കോ ഒന്നും എണ്ണ കാച്ചി നേരത്തെ വെക്കരുത്. എണ്ണ കേടായി പോകും. അങ്ങനെ കേടായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിന് മാത്രം കാച്ചിയെടുത്താൽ മതി. നമ്മൾ കേടായ എണ്ണ വീണ്ടും തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഉള്ള മുടിയും കൂടെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. അതുപോലെ തന്നെ കാച്ചുമ്പോഴും നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ എണ്ണയും ഈ നമ്മൾ അരച്ചു വെച്ച ഈ ഒരു കൂട്ടും, ഈ ഒരു ഔഷധ കൂട്ടും കൂടെ ഒരുപോലെ ആകുന്നിടം വരെ നമ്മൾ നന്നായിട്ട് ചേർന്ന് വരണം. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം. ഇത് രണ്ടും കൂടെ എണ്ണയും അതുമായിട്ട് അങ്ങ് ചേർന്ന് വരുന്നിടം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. ലോ ഫ്ലെയിമിലേ ഇടാവുള്ളൂ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഈ കൂട്ട് കരിഞ്ഞു പോകും. ഒരിക്കലും കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ അത് വിപരീത ഫലമായിട്ട് മാറും, മുടി കൊഴിഞ്ഞു പോകും. അപ്പം ഒരിക്കലും അതുപോലെ തന്നെ ഇതിനൊരു പാകമുണ്ട്. ആ പാകം ഉണ്ടാവും. ഇതാണ് ഇപ്പം ഞാൻ കുറേ വട്ടം ഇങ്ങനെ ഇളക്കി 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 വരുമ്പോൾ ഈ ഒരു കളറിലേക്ക് വരും. നമ്മൾ കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകും, നല്ലതുപോലെ കൊഴിഞ്ഞു പോകും, മുടി വളരത്തില്ല. അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒരു 10-25 മിനിറ്റ് നമ്മൾ നന്നായിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കി 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 വരുമ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനൊരു ബ്രൗൺ കളറിലേക്ക് മാറും. ഞാനിവിടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാനൊരു പനിക്കൂർക്കയുടെ ഇല ഞാനൊന്ന് ഇട്ട് നോക്കി. അപ്പം അതങ്ങ് പൊങ്ങി വന്നു. ആ ഇല അങ്ങ് പൊങ്ങി വന്നപ്പം പാകമായി എന്നാണ് കേട്ടോ. പണ്ട് തുളസി ഇലയായിരുന്നു പണ്ട് ഇങ്ങനെ നോക്കുന്നത്. അത് ഈ പനി വരാതിരിക്കാനും ഒക്കെ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത ഞാൻ കാസ്റ്റർ ഓയിൽ എടുക്കുകയാണ്. ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് ഫാർമസിയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. ആവണക്കെണ്ണയുടെ ഉപയോഗം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഭയങ്കര തിക്കായിട്ടുള്ള ഒരു എണ്ണയാണ് കേട്ടോ. ഭയങ്കര കട്ടിയാണ് ഈ എണ്ണയ്ക്ക്. ഈ എണ്ണ ഒറ്റയ്ക്ക് നമുക്ക് മുടിയിൽ തേക്കാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ഒരു എണ്ണയുടെ കൂടെ, ഒന്നെങ്കിൽ വൈറ്റമിൻ ഇയുടെ കൂടോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കാച്ചിയ എണ്ണയുടെ കൂടോ അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണയുടെ കൂടെയോ നമുക്ക് മിക്സ് ചെയ്തേ തേക്കാൻ പറ്റത്തുള്ളൂ. അത്ര കട്ടിയായിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു ഓയിലാണിത്.
അപ്പം ഞാനിങ്ങനാണ് ഈ ഓയിൽ ഇങ്ങനെ കാച്ചിയ എണ്ണയുടെ കൂടെ ചേർത്ത് അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ആവശ്യത്തിനെടുത്ത് തലയിൽ തേക്കുകയാണ് ചെയ്യാറ്. അപ്പം ഇങ്ങനെ അടച്ചു വെക്കുക, കുറച്ച് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ അടച്ചു വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഒരുപാട് ആവണക്കെണ്ണയ്ക്ക് ഒരുപാട് ഗുണങ്ങളാണ്. മുടി നല്ലപോലെ വളരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, താരം പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ആഴ്ചയിൽ 3 തവണയാണ് കേട്ടോ ഞാൻ ഈ ഓയിൽ യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങ് ഒരു ഷാമ്പൂ ഇട്ട് കഴുകിക്കളയുകയും ചെയ്യും. കാസ്റ്റർ ഓയിൽ ഇതിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ അങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിച്ചിരി ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കഴുകിക്കളയുന്നത്. ഇനി ഞാൻ എങ്ങനെയാണ് മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഏത് എണ്ണയാണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മുടിയിലെ ജടക്ക് നല്ലതുപോലെ കളയണം. നന്നായിട്ട് മുടിയുടെ ജട നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ എണ്ണ എടുക്കുക. എണ്ണ എടുത്തതിന് ശേഷം നന്നായിട്ട് മുടിയുടെ ഓട്ടിയിൽ തേക്കുക. ആദ്യം തന്നെ നെറുകയിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഓരോ സ്ഥലത്തും നന്നായിട്ട് മുടി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഫിംഗർ ടിപ്സ് വെച്ച്, ഒരിക്കലും നമ്മുടെ നെയിലിട്ട് ഉരച്ച് ഒരിക്കലും നമ്മളുടെ സ്കാൽപ്പ് മസാജ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇപ്പം ഒരു തണുപ്പ് കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ട് മുടി പൊട്ടിപ്പോരാൻ എളുപ്പമായിരിക്കും നെറുകേന്ന്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മൈൽഡായിട്ടേ നമ്മൾ മസാജ് ചെയ്യാൻ പാടുള്ളൂ. ഭയങ്കര ഹാർഷായിട്ട് മസാജ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ പയ്യെ മുടി ഒന്ന് കോതി അതിൻ്റെ അറ്റം മുതൽ അങ്ങ് ഇങ്ങനെ മുടിയിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടോ, ഇങ്ങനെ മുടിയുടെ അറ്റത്തുമൊക്കെ, എൻ്റെ മുടിയുടെ ഹെയറിൻ്റെയൊക്കെ ഈ ഒരു അറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്സൊക്കെ ഭയങ്കരമായിട്ട് ഫ്രീസിയാണ്. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഈ എണ്ണ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഈ കാസ്റ്റർ ഓയിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഫ്രീസി ഹെയറൊക്കെ മാറ്റാനായിട്ട്. അപ്പം നന്നായിട്ട് ഇത് തേച്ച് കൊടുക്കുക. ആഴ്ചയിൽ 3 തവണ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. എല്ലാ ദിവസവും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്താൽ മതി. നല്ലൊരു റിസൾട്ട് കിട്ടും. കാരണം ഇത് ഞാൻ കുറേ നാൾ യൂസ് ചെയ്തിട്ടുള്ള, കുറച്ച് നാൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കോട്ടയ്ക്കലിൻ്റെ എണ്ണയാണ് ഞാൻ കാണിച്ചിരുന്നത്, ചെമ്പരത്തിയാതി എണ്ണയാണ്. ഇപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണ കാച്ചിയെടുക്കാമെന്ന്. അങ്ങനെയാണ് കേട്ടോ. പണ്ട് മുതലേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ എണ്ണയാണ്. ഞാൻ പിന്നെ ഒന്ന് മാറ്റിയതാണ് ചെമ്പരത്തിയാതി എണ്ണ. അതും നല്ലതാണ് കേട്ടോ, കോട്ടയ്ക്കലിൻ്റെ മോശമാണെന്ന് പറയത്തില്ല, അതും നല്ലൊരു എണ്ണയാണ്. പക്ഷെ ഇപ്പം ഞാൻ ഈ എണ്ണയാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ ഞാൻ മസാജ് ചെയ്യുന്നതൊക്കെ. അപ്പം ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തലയോട്ടിയിലും എല്ലാം ആ ഒരു ഏരിയ ഫുള്ള് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ പുതിയ മുടി പൊട്ടി വളരാനായിട്ടുള്ള ആ ഒരു വേഗം പെട്ടെന്ന് കൂടും. കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ നമുക്ക് പുതിയ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. മുടിയുടെ ടിപ്സിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മുടി കെട്ടി വെക്കണം. ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. ഞാൻ കഴുകിക്കളയാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ലോറിയലിൻ്റെ ഹൈലൂറോൺ മോയ്സ്ചർ റേഞ്ചിൽ വരുന്ന ഷാമ്പൂ കണ്ടീഷണറാണ് കേട്ടോ. നല്ലൊരു ഷാമ്പൂവും കണ്ടീഷണറാണ്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര മുടി ഭയങ്കര ഫ്രീസി ആയിരുന്നു എനിക്ക് കളർ ചെയ്തിട്ട്. പക്ഷെ അതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ. കണ്ടോ, ഇതാണ് എൻ്റെ ആഫ്റ്റർ ഷവർ. കണ്ടോ, അപ്പോൾ ആഫ്റ്റർ ഹെയർ വാഷ് ഇതാണ് കേട്ടോ എൻ്റെ ഒരു മുടി കിടക്കുന്നത്. നല്ല മാനേജ് വേണം. നമ്മൾ ഈ സാധാരണ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ആ ഒരു ഫ്രീസ്നെസ് ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ ഒരു ഇവരുടെ തന്നെ ഒരു നൈറ്റ് ക്രീമാണ്, അതും നല്ലതാണ്, അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിങ്ങനെ ഹെയർ ടിപ്സിലും ഹെയറിലും നല്ലപോലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. നമ്മളുടെ തലയോട്ടിയിലൊന്നും യൂസ് ചെയ്യരുത്. ഇങ്ങനെ നമ്മളുടെ കണ്ടോ ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്യുക. എന്നിട്ട് മുടി ഒന്ന് ഉണങ്ങാൻ വിടുക, എന്നിട്ട് കിടന്നുറങ്ങുക. ഇതങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കണ്ടോ, നന്നായിട്ട് മുടി മാനേജബിൾ ആണ്. അതുമാത്രമല്ല നമ്മൾ കാസ്റ്റർ ഓയിൽ ഇട്ടിട്ട് ഒട്ടിപ്പിടിക്കലോ ഒന്നുമില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.